2026 മാർച്ച് 21 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. 2026 ലോക വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും. വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും എന്നതാണ് 2026 ലോക വനദിനത്തിൻ്റെ പ്രമേയം. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21 2026 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും എന്നതാണ്. അതുപോലെ ലോക ഹിമാനി ദിനവും മാർച്ച് 21 മാർച്ച് 21 ലോക ഹിമാനി ദിനം. ലോക വനദിനവും മാർച്ച് 21 കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പേര് ഇ-വിദ്യ. ഇ-വിദ്യ എന്നതാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പേര്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി-വിജിൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി-വിജിൽ എന്നത്. അതുപോലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധാ പോർട്ടൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധാ പോർട്ടലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പ് സി-വിജിലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പേര് ഇ-വിദ്യ എന്നതും ആണ്. ഔഷധമേന്മയും വിപണന സാധ്യതയുമുള്ള കശുമാങ്ങ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതിനായി കർണാടകത്തിലെ പുത്തൂരുള്ള ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് അവതരിപ്പിച്ച ബ്രാൻഡ് നേത്ര. നേത്ര എന്നതാണ് ഔഷധമേന്മയും വിപണന സാധ്യതയുമുള്ള കശുമാങ്ങ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതിനായി കർണാടകത്തിലെ പുത്തൂരുള്ള ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് അവതരിപ്പിച്ച ബ്രാൻഡ്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്നും കേഫനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്ക് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്ന് കേഫനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സഹകരണ ബാങ്കാണ് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്. അതുപോലെ ഔഷധമേന്മയും വിപണന സാധ്യതയുമുള്ള കശുമാങ്ങ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതിനായി കർണാടകത്തിലെ പുത്തൂരുള്ള ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് അവതരിപ്പിച്ച ബ്രാൻഡാണ് നേത്ര. അടുത്തിടെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നിന്നും കണ്ടെത്തിയ പുതിയ കൂൺ ഇനം കൊളംബിയോപ്സിസ് ബ്രൂണിഗിലേര. കൊളംബിയോപ്സിസ് ബ്രൂണിഗിലേര എന്നതാണ് അടുത്തിടെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നിന്നും കണ്ടെത്തിയ പുതിയ കൂൺ ഇനം. ഇന്ത്യയിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ പുതിയ സ്പീഷീസാണ് തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നിന്ന് കണ്ടെത്തിയ കൊളംബിയോപ്സിസ് ബ്രൂണിഗിലേര എന്ന പുതിയ കൂൺ ഇനം. 2026 മാർച്ച് തുടക്കത്തിൽ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ വളപ്പിൽ നിന്ന് പുതിയൊരു ഫംഗസിനെ കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്തിടെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് വളപ്പിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ മരങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഫംഗസാണ് ഫുൾവിഫോംസ് സിയാമെൻസിസ്. ഫുൾവിഫോംസ് സിയാമെൻസിസ് എന്നതാണ് അടുത്തിടെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് വളപ്പിൽ നിന്നും പുതുതായി കണ്ടെത്തിയ മരങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഫംഗസ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഈ ഫംഗസിനെ കണ്ടെത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നിന്നും 2026 മാർച്ചിൽ 2 പ്രധാന വസ്തുക്കളാണ് കണ്ടെത്തിയത്. കൊളംബിയോപ്സിസ് ബ്രൂണിഗിലേര എന്ന പുതിയ കൂൺ ഇനവും മരങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഫംഗസായ ഫുൾവിഫോംസ് സിയാമെൻസിസ് എന്ന ഫംഗസ് ഇനവുമാണ് കണ്ടെത്തിയത്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ. ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ എന്നതാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക എന്നതാണ്. അതുപോലെ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായാണ്. 2024-2025 വർഷത്തെ അടിസ്ഥാനമാക്കി 2026 മാർച്ചിൽ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ വൈദ്യുതി വിതരണ കമ്പനികളുടെ പ്രവർത്തന മികവ് റാങ്കിങ്ങിൽ KCBയുടെ റാങ്ക് എത്രയാണ്? 19. ഇതിൽ 1ാം റാങ്ക് നേടിയത് മഹാരാഷ്ട്രയിലുള്ള അദാനി ഇലക്ട്രിസിറ്റി മുംബൈ ലിമിറ്റഡ് ആണ്. കേരളത്തിൽ നിന്നും ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ചത് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുത വിതരണ കമ്പനിയാണ്. ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 6 ആണ്.
2024-2025 വർഷത്തെ അടിസ്ഥാനമാക്കി 2026 മാർച്ചിൽ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ വൈദ്യുതി വിതരണ കമ്പനികളുടെ പ്രവർത്തന മികവ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയത് അദാനി ഇലക്ട്രിസിറ്റി മുംബൈ ലിമിറ്റഡ് ആണ്. ഇത് മഹാരാഷ്ട്രയിലാണ്. കേരളത്തിൽ നിന്ന് KCEBയുടെ റാങ്ക് എന്ന് പറയുന്നത് 19ഉം കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ചത് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുത വിതരണ കമ്പനിയുമാണ്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുത വിതരണ കമ്പനിക്ക് ലഭിച്ച റാങ്ക് എന്ന് പറയുന്നത് 6ഉം കേരളത്തിൽ നിന്ന് KCEBക്ക് ലഭിച്ച റാങ്ക് 19ഉമാണ്. ഒന്നാം റാങ്ക് നേടിയത് അദാനി ഇലക്ട്രിസിറ്റി മുംബൈ ലിമിറ്റഡും ആണ്. ഇത്രയുമാണ് 2026 മാർച്ച് 21 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.